എന്റെ പേര് ദിയ. എന്റെ സ്ഥലം പേര് തൃശ്ശൂരാണ്. ഞാനിപ്പോ ഒമാനിലാണ്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഒരിക്കൽ വന്നേക്കാണ്. വന്നിട്ടൊരു 5-6 മാസമായിട്ടുള്ള ഞാൻ ഇവിടെ. ഞാന് എന്താ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ഞാൻ അഡ്മിഷൻ എടുത്തതായിരുന്നു. അതൊരു 1 വർഷം 1.5 വർഷമായപ്പോ ഞാൻ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കൊറോണ സമയമായിരുന്നു അത്. അപ്പൊ ഞാൻ തന്നെ അത് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ആകുമ്പോഴേക്ക് ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ TTCക്കൊക്കെ ചേരാൻ നോക്കിയായിരുന്നു. അപ്പൊ അതെനിക്ക് കിട്ടിയില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡ് ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ അതിന് വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കേരളം വിട്ട് പഠിക്കുന്നത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കൽ ഞാൻ പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. അതിനെനിക്ക് വീണ്ടും മോണ്ടിസോറി TTC കോഴ്സ് ചെയ്തായിരുന്നു. ആ കോഴ്സ് തീരുന്നതോടൊപ്പം തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവാൻ പോകും. അത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഹസ്ബൻഡൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഡിഗ്രി എടുക്കണം, നമുക്ക് പഠിക്കണം ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം, ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്തതും BSc മാത്സ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അഡ്മിഷൻ എടുത്തിട്ടാ വന്നത്. ഇഗ്നോനെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടാ വന്നത്. അത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ പഠിക്കും, കുറെ ഗ്യാപ്പ് വന്നല്ലോ ഡിഗ്രിന്റെ പഠിക്കാനൊക്കെ. ഈ മോണ്ടിസോറി TTC എന്നൊക്കെ പറയുമ്പോ കുഞ്ഞു കുട്ടികളെ പഠിക്കേണ്ട മറ്റേ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ വെട്ടലും അങ്ങനത്തെ ഒക്കെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും പഠിക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമില് ലേൺവേഴ്സിന്റെ ആഡ് കണ്ടത്. അത് കണ്ടപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന്റെ പേര് പ്രജിത്ത് എന്നാട്ടോ. ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്ക് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളും പറഞ്ഞു നീ മെസ്സേജ് അയക്കി, നീ കോണ്ടാക്ട് ചെയ്യ്, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ കോണ്ടാക്ട് ചെയ്തു. ശരി, അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കായിരുന്നു. അപ്പോഴും വീണ്ടും പ്രശ്നങ്ങളായി. ഞാൻ എക്സാം ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, ഇനി നാട്ടിൽ തന്നെ വീണ്ടും പോകേണ്ടി വരും, ഇവിടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു നമുക്ക് എഴുതാം, ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരുമിച്ച് 3 വർഷത്തെ പരീക്ഷ ഒരുമിച്ച് എഴുതാം എന്നൊക്കെ ലേൺവേഴ്സിന്റെ ടീമിന് ആ ഭാഗത്തുനിന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ ശരി, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ട് അഡ്മിഷൻ എടുത്തു. ഞാൻ ജൂലൈ ബാച്ചിലാണ്, 2025 ജൂലൈയിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തായിരുന്നത്. ഞാൻ ലേൺവൈസില് അഡ്മിഷൻ എടുത്തത് നവംബറിലായിരുന്നു. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പൊ എനിക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ മെന്റർ പറഞ്ഞു, ആദ്യം ഷംഷീറ മെന്റർ ആയിരുന്നു, മാം ആയിരുന്നു മെന്റർ. ആള് പറഞ്ഞു കുഴപ്പമില്ല, ക്ലാസ് കേട്ട് പോ, ലൈവ് ക്ലാസ് ഒക്കെ കാണാൻ, എന്നിട്ട് നമുക്ക് ഒപ്പം എത്താന്നൊക്കെ പറഞ്ഞായിരുന്നു. ആള് നല്ല സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഷഫ്ന മാം വന്നത്. ആളോടാണ് ഞാൻ കൂടുതലും കാര്യങ്ങൾ ചോദിക്കുന്നത്. ഞാനിപ്പോ അസൈൻമെന്റ് ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്കില് ഇവിടുന്ന് നാട്ടിൽ പോകുന്നുണ്ട് ഒരാള്. പാണ്ടയിൽ എനിക്ക് കൊടുത്തയക്കണായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അസൈൻമെന്റിലാണ്. എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പോരാത്തതിന് എനിക്കിപ്പോ എന്താ പറയാ, എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഞാൻ പിന്നിലോട്ടാണ് നിൽക്കണം. എനിക്ക് ആദ്യം എന്ന് പറയുമ്പോ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് എന്റെ ഇഷ്ടത്തിന് എന്റെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് എനിക്ക് പഠിക്കാനൊക്കെ നല്ല നേരം ഉണ്ടായിരുന്നു. ക്ലാസ്സും അതുപോലെ തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത്ര നാളും പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല ക്ലാസ് ഒക്കെ കേട്ടപ്പോ. അപ്പൊ എനിക്ക് തന്നെ ധൈര്യം വന്നു, എനിക്ക് പറ്റും. എനിക്ക് തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് BSc മാത്സ് തന്നെ എടുക്കണം, ഞാൻ ഡ്രോപ്പ് ചെയ്ത സബ്ജക്റ്റ് തന്നെ എനിക്ക് എടുത്ത് നല്ല മാർക്കോടുകൂടി പാസ്സാവണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ലേൺവേഴ്സിന്റെ ടീമിന്റെ സപ്പോർട്ട് കാരണം എനിക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട് എനിക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റും. ഞാനിവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാസ്സാവും, നോക്കിക്കോ. എന്നെ കളിയാക്കുമ്പോ ഞാൻ പറയും, കളിയാക്കി ചിലപ്പോ സംസാരിക്കാൻ എന്നോട്, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റും. ഞാനിത് ലേൺവേഴ്സിന്റെ ആപ്പിലും കയറിയുണ്ട്, എന്റെ കൂടെ ലേൺവേഴ്സ് ടീം ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എന്റെ ഹസ്ബൻഡ് നമ്മുടെ
OP11.0ന്റെ ലൈവ് സെക്ഷനിൽ ഇടയ്ക്ക് എൻ്റെ ഒപ്പം നിൽക്കും, എന്റെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പൊ ആളതിൽ കണ്ടിട്ട് പറയും നല്ല സപ്പോർട്ടാട്ടോ, അതപ്പൊ നിന്നെ കൊണ്ട് പറ്റും, നീ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാ മതി, കളിക്കാണ്ട് നീ പഠിച്ചിരുന്നാ മതി നാളെ എപ്പോഴും പറയും.